അടി കൊണ്ടവിടെ നിന്നു. അടി കൊണ്ടടന്നു. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരോട് ഉണ്ടാവുന്നത്. പക്ഷെ ഇവരുടെ നെയ്ബർ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ നമ്മുടെ പുതിയൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താണ് ഉമ്മ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ? എന്റെ കാരനാല് ദുബായിൽ വന്നിട്ട് 10 എന്റെ കാക്ക വന്നിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാക്ക ഗൾഫിൽ നിന്ന് വന്നിട്ട് ജൂണിൽ വരും. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് നമ്മളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം കേട്ടോ. അപ്പോ ഞങ്ങൾക്ക് ഇന്ന് പത്തിരിയാണ് കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ഡേയില് പത്തിരിയും എന്താ ചിക്കനാ ബീഫോ? ചിക്കൻ കറി. പത്തിരി ഇമ്മ അവിടെ പത്തിരി ചുടുന്നു. ഒരു തലക്കവിടെ താത്ത പാത്രം മൂറുന്നു. മറ്റേ താത്ത അവിടെ മിറ്റടിക്കാ തോന്നുന്നു കേട്ടോ. അടിക്കാൻ പോയിരിക്കുന്നു. അതെ, താത്ത മിറ്റടിച്ചു വരാണ്. താത്ത ഇങ്ങനെ നോക്കിക്കാണി, നിങ്ങള് കൈ കാണിച്ചാണി, മൈലാഞ്ചി കാണട്ടെ, കാണിക്കി. താത്ത മാപ്പിള വരല്ലേ, അപ്പൊ മൈലാഞ്ചി ഒക്കെ ഇട്ട് സുന്ദരിയായി നിക്കാണ്. വന്നിക്കണല്ലോ. നോക്കി ഇങ്ങോട്ട് ഇങ്ങള് കാണട്ടെ എല്ലാരും. ഇങ്ങള് മാത്രം വീഡിയോയില് കിട്ടിയിട്ടില്ല നല്ല പോലെ. ഇങ്ങോട്ട് പോയിക്കാണി. അപ്പൊ ജിയുട്ടി വരുന്നുണ്ട്. പെങ്ങളെ മോളാണ് കേട്ടോ. ഓളെ വീട് അവിടെയാണ്, എന്റെ വീട് ഇവിടെ. അപ്പൊ ഞങ്ങൾ എടുത്താണ് കേട്ടോ വീട്. ഡാൻസ് കളിക്കണാ? ഓക്കെ, കളിച്ചോ. പാട്ടിട്ട്. ഏത് പാട്ടാണ്? കല്യാണി. ഓക്കെ ഓക്കെ, ഞാൻ പാട്ട്. അപ്പൊ ഗൈസ് ഇവൾക്ക് ഡാൻസ് കളിക്കണം എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡാൻസ് കാണാം കേട്ടോ. ഇത് കളിക്കൂലേ? ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ട് ഡാൻസറാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലത്തെ. നമുക്ക് ഇവിടെ ഡാൻസ് കാണാം. ഓക്കെ, അയ്യോ നെഞ്ചില കരിമിഴിയുള്ള കലവാണി കണ്ടപ്പോ കണ്ണതോടെ ചിരിക്കല പിന്നെ കല്യാണി ഭാരത പുള്ളി എന്നെ കുടുക്കില് കണ്ണില് നിറഞ്ഞിട്ട് കയ്യില് വളകണ്ട് കാലില് കുളിച്ചിട്ട് എന്നെ. ഹലോ ഗായ്സ്, അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട, എന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടണ്ടേ? കമന്റ് ചെയ്യുക. എന്താ പരിവാ? എനിക്കൊരു മ്ലാനത എന്താ? ഒരു മ്ലാനതില്ല. പറയും നനച്ചുകൂളിയാണ് നമ്മളെ പെരയില്. അപ്പൊ എന്നിട്ട് ഇത്രയും സെറ്റപ്പില് നിക്കണ്. നമ്മള് ഫുള്ള് ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലാണ്. എന്തൊക്കെ പന്റെ ഡ്യൂട്ടി? നമ്മളെ ഗൾഫിൽ നിന്ന് നമ്മളെ കാരനോല് വന്നിങ്ങനെ. അപ്പൊ ഓനെ കാത്തിക്കാണ്. നമുക്ക് ഫസ്റ്റ് വന്ന ദിവസം തന്നെ മാറാൽ തൊട്ടി കൊടുത്തിട്ടാണ് നമ്മള് സ്വീകരിക്കുന്നത്. അതെ അതെ, അവിടെ നോക്കണ്ട ആള്. ഓനെ എടുത്ത് വീട്ടിക്ക് പോയതാണ്. പക്ഷെ ഒരാളുടെ വരുന്നില്ല കേട്ടോ. എവിടെ കാണുന്നുണ്ടോ? നമ്മളെ ഗൾഫുകാരനാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ഗൾഫുകാരാട്ടോ. ഓനെ എടുത്ത് വീട്ടിക്ക് പോയതാണ്. അപ്പൊ മുത്തു ഇന്നെന്താ പരിപാടി? നമുക്ക് വലിയൊരു പരിപാടി എന്താ പരിപാടി? ഞങ്ങളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പനെയോ? അപ്പൊ ഇവനക്ക് എന്താന്ന് നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത്? വായോ എനിക്കുള്ള പരിപാടി ഞങ്ങളൊരു പ്രാങ്ക് ഒപ്പിച്ചിട്ടുണ്ട്. ജന്തു എടുത്തോടക്കാന്ന് അറിയില്ലേ? അപ്പൊ എന്താണ് പറയാനുള്ളത്? നമ്മളിന്ന് ഡാൻസ് കളിക്കും. ഡാൻസ് അത് കഴിഞ്ഞിട്ട് നമ്മള് ചിക്കൻ ചൂടും. എന്താ ഞങ്ങള് രണ്ടാളാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. ഏതായാലും വീഡിയോന്റെ ലാസ്റ്റ് ആണ് കാണുള്ളൂ ഡാൻസ്. മുത്ത് തന്നെയാണ്. ഇനി തണ്ട നമ്മളെ വീഡിയോ എടുക്കുന്ന മാമൻ സിയ. അപ്പൊ നമ്മള് ഇപ്പൊ എടുക്കാ പോകുന്നത് ചേമ്പുന്തണ്ടല്ല, ഇന്നിത്തണ്ടും അതുപോലെ പഴക്കൊലെ. ഇങ്ങനെയുള്ള ദുൽമുള്ള സാധനം ഉണ്ട്. നിങ്ങൾ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാം. ഇതിന് ഞങ്ങൾക്ക് വേണ്ട, കൊണ്ടുപോയിക്കോളി. അനിയത്തിന്റെ ഒരു വയസ്സാവാത്ത അതിനെ ഞങ്ങൾ ഇതുപോലുള്ള ഒരു പഴക്കൊല വെട്ടാൻ വന്നതാണ് കേട്ടോ. ഇത് ഇവനാണ് വെട്ടുന്നത്. അപ്പൊ ഓക്കെ അല്ലേ?
അപ്പൊ ഗൈസ് ഞങ്ങളിത് എണ്ണിത്തണ്ടും പഴക്കൊലൊക്കെ ആയിട്ട് പോവാണ്. എന്റെ വയറ്റില് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ ഞാൻ അങ്ങനെ ആ കുരുമുളക് എന്റെ ചൂട്ട് വീണെടുക്കണമെന്ന് നോക്കാൻ പോയത്. നിങ്ങളെ കണ്ടപ്പോ ഇങ്ങനെ ഇങ്ങോട്ട് എത്തി. കുരുമുളകാ എവിടെ ഈ ട്യൂബിലേക്ക്? ഈ ട്യൂബിലൈറ്റ് അമ്മയുടെ വീട്ടിൽ നിന്ന്. ഇനി പറ എന്താണ് എനിക്ക് പറയാനുള്ളത്? ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് ഉത്തരം കിട്ടിയാലോ? ഉത്തരം കിട്ടിയാല് എനിക്ക് എന്താ സമ്മാനം? എന്താ സമ്മാനം തരൂല. അത് പറ്റൂല. ഒരു ഓക്കെ ഞാൻ ഉത്തരം പറയാന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മാനം വേണം. ഓക്കെ 1 ഉറുപ്പിയുടെ മുട്ടായി മതി. ഓക്കെ ഞാൻ ചോദിക്ക്. തോറ്റ എന്താ പറയാ? തോറ്റ ഒഴിച്ചു. തോറ്റ വെച്ചു ഒരു കൊട്ടാക്കില്ല ഒരാൾ മുത്രച്ചു. അതാരാ? ഇജ് രാജാവ്. രാജാവല്ലേ? മന്ത്രി. പിന്നെ പറയാ ക്ലൂ കാട്ട്. ആ ക്ലൂ ഇല്ലാത്ത ക്വസ്റ്റിന് ക്ലൂ ഒക്കെ തരാം. മനുഷ്യരാണോ? മനുഷ്യന് അറിയില്ല. ഈ പറ. ക്ലൂ ഇല്ല. എനിക്ക് ക്ലൂ ആണ്. ക്ലൂ ഉണ്ടെങ്കിൽ എനിക്ക് ആൻസർ പറയാൻ കിട്ടുള്ളൂ. നിങ്ങളിപ്പോ പറയാന്നുണ്ടെങ്കിൽ എന്താ? ഞാൻ തോറ്റു. ഈ പറ. തോറ്റു നല്ല പറഞ്ഞത്. പിന്നെന്താ ഞാൻ പറഞ്ഞു ചോദിച്ചില്ലേ? അപ്പൊ ഈയല്ലേ? ഞാൻ ആദ്യം പറയണ ഈ അടുക്ക് അന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. ഈ എന്നെയാണ് നല്ലത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? 1 ഉറുപ്പിയുടെ മുട്ടായി ആയിട്ട് ഞാൻ ഒഴിച്ചു. തോറ്റ് കഴിഞ്ഞാല് ഒഴിച്ചു എന്ന് ഞാൻ പറയൂ. അപ്പൊ നീ പറയാ ഞാനാണ് ഒഴിച്ചു എന്നുള്ളത്. അതല്ലേ എന്റെ ഐഡിയ? എനിക്ക് ഇനി എന്താ മുട്ടായി തരും 1 ഉറുപ്പിയുടെ? അപ്പോൾ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മാറ്റി റെഡി ആയതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാവോ? അപ്പോൾ ഞാനങ്ങനെ കല്യാണത്തിന് ഇറങ്ങി കേട്ടോ. ആക്ച്വലി അവളുടെ എൻഗേജ്മെൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടിയാണ് കേട്ടോ. അവിടെ കോളേജിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻഗേജ്മെൻറ്റിന് വന്നില്ല. അപ്പോൾ എന്തായാലും ഈ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചെക്കനും പെണ്ണും ഭയങ്കര ബിസിയാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഇത് എൻ്റെ കൂടെ പഠിച്ച സജിൻ ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ പ്ലസ് അക്കൗണ്ടിങ് കോഴ്സ് ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരിവിടെ ഉണ്ടാവുന്നത്. പക്ഷെ ഇവരുടെ നെയ്ബറാണ്. അതെ അതെ. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണത്തിനൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് സമയമായി. വന്ന പാടെ ഞാനൊന്ന് കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉമ്മാൻ്റെ ചെറുപ്പകാലത്തിലുള്ള നമുക്ക് വിശേഷങ്ങൾ അറിയാം. ഞാൻ ഉമ്മാനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഉമ്മാൻ്റെ ചെറുപ്പകാലത്തെ കഥകളൊക്കെ പറയും. നിങ്ങൾ സ്കൂൾ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു, അതുപോലെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ കുട്ടിക്കാലം അറിയാം, പക്ഷെ നമ്മുടെ പാരൻസിൻ്റെ കുട്ടിക്കാലമൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന ആളാണ് ഞാൻ. പൊതുവെ അങ്ങനെയാണ്. എനിക്ക് ഇവരുടെ ജീവിതകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണ്. ഐ മീൻ നമ്മളറിയാത്ത പണ്ടൊക്കെ നമ്മളിപ്പോൾ ജീവിക്കുന്ന സിറ്റുവേഷൻ അല്ലല്ലോ അന്നൊന്നും. അപ്പം അതൊക്കെ നമ്മൾ അറിയാനുള്ളൊരു ടെൻഡൻസി അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ പണ്ട് സ്കൂൾക്ക് പോവാതിരുന്നതിന് ഉമ്മ നിങ്ങളെ കുറേ തല്ലിയില്ലേ? അത് എന്തിനേന്നു പറഞ്ഞു കൊടുക്കും? പൈസ ചോദിച്ചിട്ട് തരായിട്ട്. എങ്ങനെ? 10 പൈസ തരുന്നോടത്തെ 9 പൈസ തന്നു. അതായത് നിങ്ങൾക്ക് 10 പൈസ വേണം, അതിന് 9 പൈസ ഉമ്മ തന്നിട്ട്. അപ്പൊ അതിന് 1 പൈസ കുറവായിട്ട് പണിങ്ങി നിന്ന് അഞ്ചോളം പണിങ്ങിക്കും. എന്നിട്ടോ അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഐസിന് 5 പൈസ ആയിരുന്നു. അപ്പൊ 2 ഐസ് കിട്ടണെങ്കിൽ 10 പൈസ വെച്ചാണ്ടേ അതിന് ഈർച്ചിട്ട്. അതല്ല, എന്നിട്ട് നിങ്ങൾ സ്കൂൾക്ക് പോയില്ല? എന്നിട്ട് അടിയാണ്ട് കിട്ടി. എന്നിട്ട് പോയോ? എന്നിട്ട് പിറ്റേന്ന് പോയി. അന്ന് പോയില്ല? അടി പോവില്ല. അടി കൊണ്ടവിടെ നിന്ന്. അടി കൊണ്ടടന്ന്. അപ്പൊ ഏതോ അടുത്ത വീട്ടിലൊക്കെ പോയി ഒളിച്ചിരുന്നില്ലേ? തച്ചിട്ട് ഉമ്മതല്ല വന്നിട്ട്. സ്കൂൾ മടിച്ച് എല്ലാം അടിയിട്ടായിരുന്നു. എന്നിട്ട് 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലേക്ക് പോയി. നിങ്ങൾക്ക് 10 പൈസ കിട്ടിയോ?
അന്ന് കിട്ടുമോ പിന്നെ തരുവോ? തന്നില്ല. അപ്പൊ നിങ്ങള് വാശി പിടിച്ചതിന് എന്താ കാര്യം ഉണ്ടായത്? കാര്യമില്ല, എന്റെ ക്ലാസ് പോയി. എന്റെ ഓർമ്മകള് പിന്നെ എനിക്ക് ഓർമ്മയില്ല. സ്കൂളില് ചെറുപ്പത്തിലത്തെ ഓർമ്മകളൊക്കെ മറന്നു പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും ഉമ്മാൻ്റെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറയൂലേ? കമന്റിൽ ആരെങ്കിലും ചോദിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുപ്പകാലത്ത് എന്തായാലും നിങ്ങൾ പറയണം. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഇതിൽ പറയാ എന്നോട് കുറേ കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. നമ്മൾ ഇതിൽ മനഃപൂർവ്വം പറയാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലിട്ട് നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. കമന്റ് ഇട്ട് നിങ്ങൾ എന്തായാലും പറയണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ, ടാറ്റ കുടിക്കും. ബൈ.